വരുമാനം വർദ്ധിക്കുമ്പോഴും വികസനത്തിൽ പിന്നോട്ടടിച്ച് കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ 11,23 ലക്ഷം രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം സ്റ്റേഷൻ നേടിയത്. ഇതേ തുടർന്ന് NSD 4 വിഭാഗത്തിലേക്ക് സ്റ്റേഷൻ ഉയർത്തപ്പെട്ടു. എന്നാൽ ദീർഘദൂര ട്രെയിനുകൾക്കുൾപ്പെടെ സ്റ്റോപ്പ് വേണമെന്ന ആവശ്യം പോലും പരിഗണിക്കപ്പെടുന്നില്ല. RPF യൂണിറ്റ് എന്ന ആവശ്യവും നടപ്പായിട്ടില്ല. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിലെ മൊത്തം യാത്രക്കാരുടെ എണ്ണം 44,26,229 റിസർവേഷൻ ബുക്കിംഗിൽ നിന്നുള്ള വരുമാനം 8,73,52,181 രൂപയും സീസൺ ടിക്കറ്റിൽ നിന്നുള്ളത് 27,803 രൂപയുമാണ്. വരുമാനത്തിന്റെയും യാത്രക്കാരുടെ എണ്ണത്തിന്റെയും അടിസ്ഥാനത്തിൽ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനെ NSD 4 വിഭാഗത്തിലേക്ക് ഉയർത്തിയിരുന്നു. എന്നാൽ ദീർഘദൂര തീവണ്ടികൾക്ക് സ്റ്റോപ്പ് വേണമെന്നതുൾപ്പെടെ പല ആവശ്യങ്ങളും ഇനിയും പരിഗണിക്കപ്പെട്ടിട്ടില്ല. ഒരു ദിവസം ഇത്രമാത്രം യാത്രക്കാർ വന്നു പോവുകയും ഇറങ്ങുകയും പോവുകയും ചെയ്യുന്നിടത്ത് ഒരു സൂപ്പർ ഫാസ്റ്റ് ട്രെയിന് പോലും സ്റ്റോപ്പില്ല എന്നുള്ള വളരെ ദയനീയമായ അവസ്ഥയാണ് കരുനാഗപ്പള്ളിയിൽ. ഇത് മാറ്റിയെടുക്കുവാൻ പ്രദേശത്തുള്ള സംഘടനാ ശേഷികൾ ഉപയോഗിച്ചുകൊണ്ട് വിവിധ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ അവരുടെ നേതാക്കന്മാരുടെ പ്രവർത്തനത്തിൻ്റെയും കൂടി ഫലമായിട്ട് മാത്രമേ ഇവിടെ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിയൂ എന്നാണ് ആക്ഷൻ കൗൺസിൽ വിശ്വസിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഇവിടെ കോവിഡ് കാലത്ത് നിർത്തലാക്കിയ മാംഗ്ലൂർ രാജ്യറാണി എക്സ്പ്രസ്സുകളുടെ സ്റ്റോപ്പ്, തെക്കോട്ടുള്ള സ്റ്റോപ്പ് പുനഃസ്ഥാപിക്കും. രണ്ടാമതായിട്ട് കഴിഞ്ഞ 50 വർഷക്കാലമായിട്ട് ആവശ്യപ്പെടുന്ന ചെന്നൈ മെയിൽ, കേരള തുടങ്ങിയ എക്സ്പ്രസ് ട്രെയിനുകളുടെ സ്റ്റോപ്പ് അടിയന്തരമായി സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകളാണ്, അത് ഇവിടെ നിർത്തണം. തീവണ്ടികൾക്ക് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് എത്താൻ ലൂപ്പ് ട്രാക്ക് കടക്കണമെന്നതാണ് ദീർഘദൂര തീവണ്ടികൾക്ക് സ്റ്റോപ്പ് അനുവദിക്കുന്നതിലെ പ്രധാന തടസ്സം. ലൂപ്പ് ട്രാക്കുകൾ കടക്കുന്നതിനായി തീവണ്ടിയുടെ വേഗം കുറയ്ക്കണം. ഇത് സമയനഷ്ടത്തിന് കാരണമാകുന്നു. ലൂപ്പ് ട്രാക്ക് ഒഴിവാക്കിയാൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരവുമാകൂ. ഇതിനായുള്ള നടപടികൾ എങ്ങും എത്തിയിട്ടില്ല. പ്ലാറ്റ്ഫോമുകളിൽ പൂർണ്ണമായും മേൽക്കൂര സ്ഥാപിക്കണമെന്നതും വർഷങ്ങളായുള്ള ആവശ്യമാണ്. സ്റ്റേഷനിൽ RPFന്റെ യൂണിറ്റ് അനുവദിക്കണമെന്ന ആവശ്യവും നടപ്പായിട്ടില്ല. പ്ലാറ്റ്ഫോം ടിക്കറ്റ് പോലും എടുക്കാതെ ഒട്ടേറെ പേരാണ് രാത്രിയിൽ സ്റ്റേഷനിലെത്തുന്നത്. ഇത് പരിശോധിക്കാൻ നിലവിൽ കാര്യമായ സംവിധാനങ്ങളുമില്ല. കോവിഡ് കാലത്ത് നിർത്തലാക്കിയ തീവണ്ടികളിൽ പലതും ഇനിയും പുനഃസ്ഥാപിച്ചിട്ടുമില്ല. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.